ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. അത് സെഡേറ്റീവ് ഹിപ്നോട്ടിക് ചേട്ടനും പോലെയാണ്. ഇപ്പോൾ ഹിപ്നോട്ടിക് ആണെന്നുണ്ടെങ്കിൽ ഡോസ് കുറയ്ക്കുകയാണെങ്കിൽ സെഡേറ്റീവ് ആവുകയും, സെഡേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഡോസ് കൂട്ടുവാണെങ്കിൽ ഹിപ്നോട്ടിക് ആവുകയും ചെയ്യും. ഇതാണ് എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ കേട്ടോ. സോ എന്താണ് സെഡേഷൻ എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്താണ് സെഡേറ്റീവ് നോക്കാം. സെഡേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് എക്സൈറ്റ്മെന്റ് കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, എന്നാൽ ഉറക്കമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഹിപ്നോട്ടിക് ആണ്. പേര് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഉറക്കം ഉണ്ടാക്കുന്നു. നാച്ചുറൽ സ്ലീപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ ഡ്രഗുകൾ നമുക്ക് തരിക. അതുമാത്രമല്ല നമുക്ക് തിരിച്ചും, അതായത് ഹിപ്നോട്ടിക്കും സെഡേറ്റീവും മാറ്റിയും തിരിച്ചും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം കൂടെയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് വൺ നമുക്ക് അറിയേണ്ടത്, നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്ക് ഉറക്കം ഉള്ളത് കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് NREM, നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കാൻ, നിങ്ങൾ കിടക്കുവാണ്, കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാറില്ല, അനങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടില്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മോഷൻ ലെസ് ആയിരിക്കും, അനങ്ങുണ്ടാവില്ല ഐബോള്. അതിനാണ് നമ്മൾ NREM മൂവ്മെന്റ് അല്ലെങ്കിൽ NREM സ്ലീപ്പ് എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് റാപ്പിഡ് ഐ മൂവ്മെന്റ് ആണ്, REM ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഉറക്കം ഉണ്ടാവില്ല, ഉറക്കം മീൻസ് വീക്കണായിരിക്കില്ല, കുറച്ച് എന്താ പറയുക ഉറങ്ങാണ്ട്, അതായത് നമ്മൾ പറയില്ലേ ബോധം ഉണ്ടെന്ന് പറയും, ഉപബോധ മനസ്സ് എന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയാണ്. ഉറക്കം ഉണ്ടാവില്ല എന്ന് ഉറക്കുവാണ്, രണ്ടിന്റെ ഇടയിലാണ്. നമുക്ക് കുറച്ച് ബോധം ഉണ്ടായിരിക്കും. ഈ സമയം നമ്മൾ ഡ്രീമിങ് കാണും, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ നോർമലി NREM സ്ലീപ്പ് 90 മിനിറ്റ് ആണ് നമ്മൾ പറയുന്നത്. 90 മിനിറ്റിലാണ് ഈ NREM സ്ലീപ്പ് കാണുക, സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയും. പിന്നെ REM ആണെങ്കിൽ 20 മിനിറ്റ് ആയിരിക്കും എന്ന് പറയും. പിന്നെ ഈ സൈക്കിൾ മാറിക്കൊണ്ടിരിക്കും, ആദ്യം NREM പിന്നെ REM, NREM REM, അങ്ങനെ മാറി 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 ഇതിങ്ങനെ സൈക്കിൾ പോലെ വന്നുകൊണ്ടേയിരിക്കും. സോ ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സോ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബാർബിറ്റുറേറ്റ്സ് ഉണ്ട്. ലോങ് ആക്ടിംഗ് ബാർബിറ്റുറേറ്റിന് എക്സാമ്പിൾ ബാർബിറ്റോൺ, ഫിനോബാർബിറ്റോൺ ആണ്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 8 അവേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് ബാർബിറ്റോൺ ആണ്. 4 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും. അമൈലോ ബാർബിറ്റോൺ, സൈക്ലോ ബാർബിറ്റോൺ ആണ്. ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റോൺ ഉണ്ട്, ലെസ് ദാൻ 4 hours ആണ്. ഹെക്സോ ബാർബിറ്റോൺ, സെക്കോ ബാർബിറ്റോൺ. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്സ് ഉണ്ട്, ലെസ് ദാൻ 1 hour ആണ്. തയോപെന്റോൺ ആൻഡ് മെത്തോഹെക്സിറ്റോൺ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്തായാലും പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ ബാർബിറ്റുറേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ബേസിക്കലി ബാർബിറ്റുറേറ്റ്സ് നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല, എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ബാർബിറ്റുറേറ്റ്സ് ആണ്. ഇതാണ് നമ്മൾ എപ്പോഴും കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ബെൻസോ ഡയസപ്പീൻസ്, ഡയസപ്പാം, നൈട്രസപ്പാം, അൽപ്രാസോളാം ആണ്. ആൽക്കഹോൾ, ക്ലോറാൽ ഹൈഡ്രേറ്റ്, ആൾഡിഹൈഡ്, പെരാൾഡിഹൈഡ്. സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. സോ നോൺ ബാർബിറ്റുറേറ്റ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നന്നായിട്ടൊന്ന് പഠിക്കാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് ബാർബിറ്റുറേറ്റ്സിനെ പറ്റിയാണ്. ബാർബിറ്റുറേറ്റ്സ് ഡെറിവേറ്റ് ചെയ്തിട്ടുള്ളത് ബാർബിറ്റുറിക് ആസിഡിൽ നിന്നാണ്. സോ ഇതൊരു ജനറൽ ഡിപ്രസന്റ് ആണ് കേട്ടോ. സോ ഇപ്പം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, കാരണം സേഫർ ആയിട്ട് നമുക്ക് ബെൻസോഡൈസപ്പീൻസ് ഉണ്ട്. ബെൻസോഡൈസപ്പീൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ബാർബിറ്റുറേറ്റ്സ് അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബാർബിറ്റുറേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ബെൻസോഡൈസപ്പീൻസ് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഈസിനെസ്സിനുള്ളത് കൊണ്ടുമാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. സോ ബാർബിറ്റുറേറ്റ്സിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നോക്കാം. ഫസ്റ്റ് CNS ആണ്. ഓൾറെഡി CNS ഡിപ്രസ് തന്നെയാണ് ചെയ്യുന്നത്. മൈൽഡ് സെഡേഷൻ കൊടുക്കുന്നു, ഈവൻ ഇത് കോമയിലേക്ക് ലീഡ് ചെയ്യാം. സോ സ്ലീപ്പ്, ഉറക്കത്തിനെ പറ്റി പറയുവാണെങ്കിൽ നാച്ചുറൽ സ്ലീപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാർബിറ്റുറേറ്റ്സും കൊടുക്കുന്നത്. എന്നാൽ ടൈം, REMന് ടൈം എന്ന് വെച്ചാൽ വളരെ കുറവാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ CVS ആണ്. കാർഡിയാക് ആക്ടിവിറ്റിയോ കുറയ്ക്കുന്നു, ഹയർ ഡോസിൽ BP കുറയുന്നു എന്നുള്ളതാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പറയുവാണെങ്കിൽ ഹയർ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഡിപ്രസ് ആവുകയും അങ്ങനെ ഡെത്തിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ബേസിക്കലി ചിന്തിക്കാന്നുള്ളൂ, റെസ്പിറേറ്ററി സിസ്റ്റം ഡൗൺ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെത്ത് തന്നെയാണ് അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് കിഡ്നി ആണ്. ലാർജ് ഡോസ് ഡിക്രീസസ് യൂറിനറി ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ഗ്ലോമറൽ ഫിൽട്രേഷൻ ആൻഡ് റിലീസ് ഓഫ് ADH. സോ ADH റിലീസ് ചെയ്യുന്നതുകൊണ്ടും ഗ്ലോമറൽ ഫിൽട്രേഷൻ കുറയുന്നത് കൊണ്ടും ലാർജ് ഡോസ് എന്ത് ചെയ്യാറുണ്ട്, യൂറിനറി ഔട്ട്പുട്ട് വഴി കുറഞ്ഞ് പുറത്തേക്ക് പോകാറുണ്ട് കേട്ടോ. സോ ലിവറിലാണെങ്കിൽ ലാർജ് ഡോസ് മേ പ്രൊഡ്യൂസ് ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ. സോ ലാർജ് ഡോസ് ആണെങ്കിൽ ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. കിഡ്നിയിൽ ലാർജ് ഡോസ് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലാർജ് ഡോസ് ബാർബിറ്റുറേറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ യൂറിനറി ഔട്ട്പുട്ട് കുറയും, ഗ്ലോമറൽ ഫിൽട്രേഷൻ കുറയും, അതേപോലെ തന്നെ ADH അവിടെ റിലീസും കുറയും എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞുപോയി, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കിയാലോ. സോ ബാർബിറ്റുറേറ്റ്സ് ഹാവ് ഗാബ അമിനോ ബ്യൂട്ടാറിക് ആസിഡ് ലൈക്ക് ആക്ഷൻ. ഗാബ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആര് ആക്ട് ചെയ്യുന്നത്,
ബാർബിച്ചുറേറ്റ്സും ആക്ട് ചെയ്യുന്നത്. സോ എൻഹാൻസ് ദ എഫക്ട് ഓഫ് ഗാബ, ഗാബയുടെ എഫക്ട് കൂട്ടുകയാണ് ചെയ്യുക, വിച്ച് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഗാബ എന്തെന്ന് എൻഹാൻസ് ദ എഫക്ട് ഓഫ് ഗാബ വിച്ച് ഇസ് എൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോ ബാർബിച്ചുറേറ്റ്സ് മേ ഓൾസോ ഇൻഹിബിറ്റ് ദ ന്യൂറോണൽ അപ്ടേക്ക് ഓഫ് ഗാബ ഓർ മേ സ്റ്റിമുലേറ്റ് റിലീസ്. സോ ബാർബിച്ചുറേറ്റ്സിന് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ ന്യൂറോണൽ അപ്ടേക്ക് ഓഫ് ഗാബയെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയോ ഹെൽപ്പ് ചെയ്യാം. സോ മെക്കാനിസം ആക്ഷൻ ഒന്നും കൂടെ പറയാം. ബാർബിച്ചുറേറ്റ് ലൈക്ക് ആക്ഷൻ ആണുള്ളത്, എൻഹാൻസ് ദ എഫക്ട് ഓഫ് ഗാബയാണ്, വിച്ച് ഇസ് എൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ബാർബിച്ചുറേറ്റ്സ് ഓൾസോ ഇൻഹിബിറ്റ് ദ ന്യൂറോണൽ അപ്ടേക്ക് ഓഫ് ഗാബ ഓർ മേ സ്റ്റിമുലേറ്റഡ് റിലീസ്, വേണമെങ്കിൽ എൻ്റെ റിലീസും എന്ത് ചെയ്യാം, സ്റ്റിമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഭയങ്കര സിമ്പിൾ ആണ്, അതുകൊണ്ട് നമ്മൾ ടൈം എടുത്ത് പഠിക്കേണ്ടി വരില്ല. സോ ഫാർമക്കോ കൈനറ്റിക്സ് നോക്കാം. ബാർബിച്ചുറേറ്റ്സ് നമ്മൾ ഓർലി കൊടുക്കുവാണെങ്കിൽ റെഡിലി അബ്സോർബ് ചെയ്യും. നമ്മൾ കണ്ടല്ലോ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കണ്ടല്ലോ. എന്നാൽ തന്നെയും പാരന്റലി ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഓർലിയേക്കാൾ നന്നായിട്ട് എന്ത് ചെയ്യും, പാരന്റലി പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. വൈഡ്ലി നമ്മളെ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മെറ്റബോളൈസ് ചെയ്യുന്ന ലിവറിലാണ്, സ്മോൾ എക്സ്റ്റെന്റ് ഇൻ കിഡ്നി, കുറച്ച് കിഡ്നിയിലും ചെയ്യാറുണ്ട്, പിന്നെ ബ്രെയിനിലും എക്സ്ക്രീഷൻ നടക്കാറുണ്ട്, ത്രൂ യൂറിൻ വഴിയിട്ടും പോവാറുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. അത് ഫാർമക്കോകൈനറ്റിക്സ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ടോളറൻസ് ആണ്. അതായത് നമുക്ക് അറിയാം, ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോളറേഷൻ ഉണ്ടായേക്കാം. അത് സെയിം ഡോസ് കൊടുക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് കിട്ടിയെന്ന് വരില്ല, ഡോസ് കൂട്ടേണ്ടി വരും. ഡ്രഗ് ഡിപ്പെൻഡൻസ് ബേസിക്കലി അറിയാം, ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കും. റിപ്പീറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ ഞാൻ ഓൾറെഡി ബേസിക് ഫാർമക്കോളജിയിൽ പറഞ്ഞു. സോ അത് എളുപ്പമായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻടോളറൻസ് ആണ്. എക്സൈറ്റ്മെന്റ്, വോമിറ്റിംഗ്, നൗസിയ, ഹെഡ് ഏക്ക്, ഡയറി ഒക്കെ വരാം. പിന്നെ ഡ്രഗ് ഓട്ടോമാറ്റിസം, അതായത് റിപ്പീറ്റ് ഡോസ് എടുക്കുക, അവർക്ക് എടുത്തതായിട്ട് ഓർമ്മ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അയ്യോ ഞാൻ നേരത്തെ കഴിച്ചോ, ഇനി കഴിക്കാണ്ട്. ചില അമ്മമാരുണ്ട്, കഴിച്ചോ എന്ന് 2-3 പ്രാവശ്യം അവർ തന്നെ നോക്കിയിട്ടാണ് അവർ കഴിക്കുക. അത് ആ ഒരു പരിപാടി ഉണ്ടാവാറുണ്ട്. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ട്, അതായത് അമ്മേന്റെ വയറ്റ് കുഞ്ഞുണ്ടാവുമല്ലോ, ആ സമയത്ത് ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഫീറ്റൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും, അതായത് ലേബർ സമയത്ത് ഫീറ്റൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ. അപ്പം അത്രയൊന്നും ജസ്റ്റ് നോക്കി വെക്കുക, ഭയങ്കര സിമ്പിൾ ഒരു കാര്യമാണ്. സോ അഡ്വേഴ്സ് എഫക്റ്റ് ടോളറൻസ്, ഡ്രഗ് ഡിപ്പെൻഡൻസ്, ഇൻടോളറൻസ്, ഡ്രഗ് ഓട്ടോമാറ്റിസം, റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണ്. ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. സീനസ് ഡൗൺ ആണ്, സ്ലീപ്പ് നാച്ചുറൽ സ്ലീപ്പ് കൊടുക്കും. സീരിയസ് ആണെങ്കിൽ ഡിപ്രസ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ഡിപ്രസ് ആണ്. കിഡ്നി ആണെങ്കിലും ഡിപ്രസ് ആണ്. ലിവർ ആണെങ്കിൽ ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം ഡിക്രീസ് ആണ് അല്ലെങ്കിൽ ഡിപ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് എളുപ്പമാണ് പഠിക്കാൻ, അധികമൊന്നും ടൈം എടുക്കേണ്ടില്ല. ഇതൊക്കെ നമുക്ക് സ്പീഡ് പറഞ്ഞു പോകാന്നാണ്, ടൈം കളയേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് അക്യൂട്ട് ബാർബിച്ചുറേറ്റ് പോയിസണിങ് ആണ്. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡോസ് കൂടുമ്പോൾ അത് പോയിസണിങ് ആയി മാറുകയാണ് ചെയ്യുക. അല്ല, അപ്പൊ സൂയിസൈഡ് ആകാം, അല്ലെങ്കിൽ ഹോമിസൈഡ് ആകാം. ഹോമിസൈഡ് എന്ന് വെച്ചാൽ മറ്റൊരാളെ കൊല്ലാനായിട്ട് നമ്മൾ മറ്റേ ജോലിയില്ലേ, ആ പരിപാടി, മറ്റേ ഫ്രൂട്ടി എന്നൊക്കെ പറയില്ല, മറ്റേ ഫ്രൂട്ടിക്കല്ലേ മറ്റേ വിഷങ്ങളൊക്കെ കൊടുത്തില്ല, ആ പരിപാടി തന്നെ. സോ ഹോമിസൈഡ് ആകാം, അല്ലെങ്കിൽ സൂയിസൈഡ് ഇന്റൻഷൻ ഒക്കെ ആയിരിക്കാം. സോ ബേസിക്കലി റെസ്പിറേറ്ററി ഡിപ്രഷൻ വന്ന് കോമ വന്നിട്ട് ഡെത്തിലേക്ക് പോകാൻ നോർമലി ചെയ്യുക. അപ്പം യൂസ് പറയുവാണെങ്കിൽ സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്. അനസ്തേഷ്യ കൊടുക്കാം. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിച്ചുറേറ്റിലേക്ക് തയോപെന്റോൺ സോഡിയം നമുക്ക് കൊടുക്കാം. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആണ്. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ നമുക്ക് ജനറൽ അനസ്തേഷ്യയിൽ പഠിക്കാം കേട്ടോ. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആന്റി കൺവൽസന്റ് ആണ്. സ്പെസിഫിക്കലി ലോങ് ആക്ടിംഗ് ബാർബിച്ചുറേറ്റ്സ് ഒക്കെ ആന്റി കൺവൽസന്റ് ആയിട്ട് കൊടുക്കാം. സോ അക്യൂട്ട് ബാർബിച്ചുറേറ്റ് പോയിസൺ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓവർഡോസോ അല്ലെങ്കിൽ ആക്സിഡന്റിലോ അല്ലെങ്കിൽ ഇന്റൻഷ്യലി ആണ് കഴിക്കുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതിയായിരിക്കും കേട്ടോ. സോ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണിത് പോയിസണിങ് മാറ്റുക എന്നുള്ള ബേസിക് ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി ഫർദർലി വരുന്ന വീഡിയോസിൽ നമുക്ക് അത് മെൻഷൻ ചെയ്യാം. സോ നോൺ ബാർബിച്ചുറേറ്റ്സ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്ന ബെൻസോഡയസെപ്പൈൻസ് ആണ്. സോ ബേസിക്കലി ഒരു സേഫർ ആൻഡ് ഒരു ഗുഡ് സെഡേറ്റീവ് ആൻഡ് ആന്റി ആങ്സൈറ്റി പ്രോപ്പർട്ടി ഉള്ള ഒരു ഡ്രഗ് ആണ് നോൺ ബാർബിച്ചുറേറ്റ്സ്. ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുവാണെങ്കിൽ CNS എന്ത് ചെയ്യുന്നു, സെഡേഷൻ ചെയ്യുന്നു, ഹിപ്നോട്ടിക് ചെയ്യുന്നു, മസിൽ റിലാക്സന്റ് ആണ്, ആന്റി കൺവൽസന്റ് ആണ്. ഓക്കെ. സോ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഹിപ്നോട്ടിക് ഡസ് നോട്ട് അഫക്ട് ദ റെസ്പിറേഷൻ ഇൻ നോർമൽ പീപ്പിൾ. കണ്ടോ, മറ്റടുത്ത് എങ്ങനെയാ, നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ റെസ്പിറേഷൻ ബാധിക്കാറുണ്ട്, പക്ഷേ ഹിപ്നോട്ടിക്സ് എന്ത് ചെയ്യില്ല, റെസ്പിറേഷൻ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. പക്ഷെ ഹയർ ഡോസിൽ കൊടുക്കുവാണെങ്കിൽ ഡിപ്രഷൻ വരും കേട്ടോ. പക്ഷെ മറ്റടുത്ത് എന്താണ്, ഡോസ് എങ്ങനെ കൊടുത്താൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഹയർ ഡോസിൽ മാത്രമേ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവുന്നുള്ളൂ. സീരിയസ് ആണെങ്കിൽ ടോക്സിക് ഡോസ് മേ ഫാൾ ഇൻ ബി പി കുറയുക തന്നെ ചെയ്യും കേട്ടോ. CVSനെ പറ്റി പറയുവാണെങ്കിൽ, ഫാർമക്കോ ഡൈനാമിക്കിൽ പറയുവാണെങ്കിൽ ബെൻസോഡയസെപ്പിൻ ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് ഗാബ
ഇൻ ദ CNS. സോ എങ്ങനെയാണ് ബെൻസോഡാസപ്പീൻസ് ഗാബയുടെ ആക്ഷൻ അല്ലെങ്കിൽ ഗാബനെ വർക്ക് ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഫാർമോ കൈനറ്റിക്സ് പറയുകയാണെങ്കിൽ IVO IMO കൊടുക്കുക കേട്ടോ. സോ നമ്മളെ ബോഡിയിൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ക്രോസ് പ്ലസെന്റൽ ആൻഡ് സെക്രീറ്റ് മിൽക്ക് വഴി സെക്രീറ്റ് ആവുന്നതാണ്. ആൻഡ് മെറ്റബിളൈസ്ഡ് ആൻഡ് ഇൻ ലിവർ എക്സ്ക്രീറ്റ് ഇൻ യൂറിൻ. സോ നമ്മുടെ ലിവറിലും യൂറിനിലും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാറുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്, മറ്റതുപോലെ അല്ല. എന്ന് കുറച്ച് കമ്പയർ നമുക്ക് എഴുതാനും പറ്റും എന്നുള്ളതാണ്. അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്, അവിടെ പറഞ്ഞ പോലെ ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ട്, ഫെറ്റീഗ്, മെമ്മറി ലോസ്, ബ്ലഡ് വിഷൻ. സോ ബെൻസോഡൈസപ്പീൻസ് റെസ്പിറേറ്ററി ഡിപ്രഷനിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ റെസ്പിറേറ്ററി ഡിപ്രഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ബെൻസോഡൈസപ്പീൻസ് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ ഹെപ്പാറ്റിക് ഇമ്പയർമെൻറ്റും അതേപോലെ തന്നെ സ്ലീപ്പ് അപ്നിയും ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറില്ല. ഹെപ്പാറ്റിക് ഇമ്പയർമെൻറ്റ് അറിയില്ല, നമുക്ക് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സീനാണ്, അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കോൺട്രാ ഇൻഡിക്കേഷൻ നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമുക്ക് റെസ്പിറേഷനിൽ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ എക്സാമ്പിൾ മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റാണ്ടാവുക അങ്ങനെയൊക്കെ വരികയാണെങ്കിലാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ പറയുക കേട്ടോ. സോ യൂസ് സെഡേറ്റീവ് ഹിപ്നോട്ടിക്, ആൻറ്റി ആങ്സൈറ്റി, മസിൽ റിലാക്സൻ, ആൻറ്റി കൺവൽസൻ്റ് ആണ്. സോ ബേസിക്കലി സെഡേറ്റീവ് ഹിപ്നോട്ടിക് ഫോക്കസ് ചെയ്താൽ മതി. ആൻറ്റി ആങ്സൈറ്റി, മസിൽ റിലാക്സൻറ്റും ആൻറ്റി കൺവൽസൻറ്റും സെക്കൻഡറി യൂസസ് ആണ് കേട്ടോ. പ്രൈമറി സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ അല്ലേ, അധികമൊന്നും ഇല്ല. ക്ലാസിഫിക്കേഷനും ആ ഒരു ഡ്രഗിൻ്റെത് മാത്രം പഠിച്ചാൽ മതി, അപ്പോഴത്തേക്കും തന്നെ അത് ഏകദേശം കഴിയും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ആണ് ബൈ.